എന്താടാ സൈഡ് വലിവ്? അമ്മ വണ്ടി ഓടിക്കണ പോലെ ഓടിക്കല്ലടാ, ശരിക്കും ഓടിക്കണ വണ്ടി. ഇതെന്ത് വണ്ടി? അമ്മ വണ്ടി ഓടിക്കണ അങ്ങോട്ട് പോലടാ. കണ്ണാ തലപ്പൊക്കിയത് അമ്മ ഫോണിൽ കാണിച്ചതാ. നോക്കിയേ ധാരാ നോക്കിയേ കണ്ണാ, ധാരാ നോക്കിയേ കണ്ണാ. ഇത് കണ്ണന്റെ ഫോട്ടോ അല്ലേ? എന്തൊരു വലിയ ഫോട്ടോ കണ്ണന്റെ. കണ്ണൻ കണ്ടിട്ട് പോലിയ ഫോട്ടോ. കണ്ണാ ഇത് കണ്ണന്റെ ഫോട്ടോ കണ്ട? ഞാനോടെ ഉണ്ട്. ഹായ്. അയ്യോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി, കൂടെ കണ്ണനും കല്യാണിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഞാൻ കണ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ ഇരുന്ന് കാണണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നതാണല്ലോ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല സത്യമാണെന്ന്. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ എൻ്റെ നടക്കുന്നത് പോലും എനിക്ക് ചെറിയൊരു വിശ്വാസം പോലും ഇല്ലാണ്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലെനിക്ക് എന്തോ ഈശ്വരൻ്റെ എന്തോ ചെറിയൊരു വിശ്വാസം ഉണ്ട്. എനിക്ക് എന്നെ കാണാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും കാണാൻ തന്നെ ഇരുന്നെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. മാക്സിമം ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ റൈറ്റ് കൈ വലിയ കുഴപ്പമില്ല, അതുപോലെ ലെഫ്റ്റ് കാലും വലിയ കുഴപ്പമില്ല. മറ്റേ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവൻ്റെ കൈയുടെയും കാലിൻ്റെയും പ്രശ്നങ്ങൾ. അപ്പോൾ അതിങ്ങനെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ആൾക്ക് തീരെ കൈ കൊണ്ട് ആൾക്ക് കുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവൻ്റെ കയ്യുമ്പോൾ ഭാരം കൊടുക്കുമ്പോൾ അവന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ കയ്യിൽ വല്ല ഗൈറ്ററോ മറ്റോ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ ഗൈറ്റർ ഇടുമ്പോൾ നമ്മുടെ കൈ വളഞ്ഞു പോവില്ലല്ലോ, ആ മുട്ട് വളയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവന് കൈ കുത്താനൊക്കെ പറ്റുമായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നൊരിത്. ഇപ്പോൾ ഞാനിങ്ങനെ ഇരുത്താൻ ശ്രമിക്കുമ്പോഴേ വലത്തെ കൈ അവൻ നല്ലതുപോലെ കുത്തുന്നുണ്ട്, പക്ഷേ ഇടത്തെ കൈ അവന് കുത്തുമ്പോഴേക്കും അത് വളഞ്ഞ് പോവാണ്. അപ്പോൾ കല്യാണിയും കൂടി ഉള്ളത് കാരണം കണ്ണന് ഭയങ്കര പെടച്ചിൽ കൂടിയിട്ട് അന്നത്തെ ദിവസം. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആൾ കുറച്ചും കൂടെ ബെറ്ററായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് ശ്രമിക്കുന്നില്ലെന്നല്ല, അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റാത്തതുപോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും പറ്റില്ലെന്ന് അവന് ഒരു തോന്നലുണ്ടാവാൻ പാടില്ല. നമ്മൾ പറ്റും തന്നെ അവനെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അവനൊരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവന് ട്രൈ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അവൻ ട്രൈ ചെയ്താൽ മാത്രമേ, ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും കാര്യമില്ല, അവൻ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവന് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ സമയം മാറ്റി വയ്ക്കാറുണ്ട്. കാരണം ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയാറുണ്ട് എൻ്റെ തിരക്കുകളെ പറ്റിയിട്ട്. തിരക്കുകളിൽ നിന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കണം അല്ലേ. ജീവിക്കാനായിട്ട് എന്തും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്ത് കാര്യങ്ങളും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വരുമാന മാർഗ്ഗങ്ങളാക്കാനായിട്ട് നോക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ ഒരുപാട് തിരക്കുകൾ എനിക്കുണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കണ്ണനൊന്നിരിക്കുക, അവനൊന്ന് നടക്കുക, അവൻ്റെ സ്വന്തം കാര്യങ്ങളൊന്ന് ചെയ്യാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പനിയൊക്കെ പിടിച്ചിരിക്കുക കാരണം കല്യാണിക്ക് ഇപ്പോൾ അമ്മ വാരി തന്നാലേ കഴിക്കൂ, അമ്മ എടുത്ത് തന്നാലേ കഴിക്കൂ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു വാശികളൊക്കെ 2 ദിവസമായിട്ട് ആൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവട്ടെ, എല്ലാ കാര്യങ്ങളും കണ്ണന് ഞാനിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അവൾ കാണുകയല്ലേ. കണ്ണൻ ചേട്ടന് അമ്മ എപ്പോഴും മടിയിൽ വയ്ക്കും, കണ്ണൻ ചേട്ടന് അമ്മ എപ്പോഴും ഫുഡ് വാരി കൊടുക്കും, എനിക്ക് അമ്മ എന്നെ എപ്പോഴും മടിയിൽ വയ്ക്കുന്നില്ല, എനിക്ക് എപ്പോഴും ഫുഡ് വാരി തരുന്നില്ല എന്നൊക്കെ അവൾ പറയും. അപ്പോൾ അവൾക്ക് ഞാനത് സത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറാണ് പതിവ്.
കണ്ണൻചേട്ടൻ അതൊന്നും പറ്റാത്തത് കൊണ്ടല്ലേ ഉണ്ണിയമ്മ അത് ചെയ്തു കൊടുക്കുന്നത്. മോൻ അതൊക്കെ പറ്റുമല്ലോ. അപ്പോൾ മോന് പറ്റുമ്പോൾ മോനെങ്കിലും മോൻ്റെ സ്വയം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത്രയും കുറവല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അവൾ പറയും എൻ്റെ അടുത്ത്, കണ്ണൻ ചേട്ടന് നടക്കാറൊക്കെ കഴിഞ്ഞാൽ അമ്മ അവനെ മടിയിൽ വെച്ചിരുത്തരുത് കേട്ടാ, പിന്നെ അവൻ തന്നെ അവൻ ഫുഡ് കഴിച്ചോട്ടെ ഏട്ടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ നടന്നു കഴിഞ്ഞാൽ അവൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ വാരി കൊടുക്കുകയൊന്നുമില്ല. പിന്നെ രണ്ടാൾക്കും അമ്മ വാരി തരില്ല, രണ്ടാളും തന്നെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവളുടേതായ രീതിയിൽ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവളെ ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലായിരുന്നു, എല്ലാ പ്രാവശ്യത്തേക്കാളും കൊഞ്ചിക്കൽ കൂടുതലായിരുന്നു. ഞാൻ എൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് ആ ഒരു കാര്യത്തിൽ ഞാൻ പുറകിലേക്ക് ചിലപ്പോൾ നിൽക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അവളെയും ഒരുപാട് കൊഞ്ചിക്കലും അവളെ എടുത്തുകൊണ്ട് നടക്കലും ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അവൾക്കതൊരു പക്ഷേ കോൺഫിഡൻസ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അമ്മയുണ്ട് കൂടെ, എന്തിനാ അമ്മയുണ്ട് എന്നൊരു കോൺഫിഡൻസ് അവൾക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അത്. അപ്പോൾ അത് ഞാൻ എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അവൾക്ക്. അപ്പോൾ കണ്ണൻകുട്ടി ഇത് വേറെ ദിവസത്തെ വിശേഷമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ദിവസം ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു സ്ഥലമല്ല കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കല്യാണിയാണെങ്കിൽ പാവക്കുട്ടീനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ എടുക്കില്ലേ. അപ്പോൾ കണ്ണൻ അതെടുത്ത് കണ്ണൻ്റെ അടുത്തേക്കൊക്കെ പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കണ്ട വശം കല്യാണി അതെടുത്ത് ഓടാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ച് കൊടുക്കാം, അവനത് ഇഷ്ടമല്ലേ, അങ്ങനെ എടുത്തിട്ട് ഓടല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ശകാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയാലാണ് കല്യാണി എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് അനുസരിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഓട്ടവും പടച്ചിലൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. നമുക്കിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ബാങ്കിലൊന്ന് പോകണം, തൃശ്ശൂരൊന്ന് പോകണം, അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങളിൽ പോകാനുണ്ട്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകിട്ട് വരെ പോയി എത്താനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ പോകണം, ചാലക്കുടി പോകണം, ഇരിഞ്ഞാലക്കുട പോകണം, അങ്ങനെ നമ്മുടെ അടുത്ത് കിടക്കുന്ന 3 ടൗണുകളിലേക്ക് നമുക്കൊരു ദിവസം ഒന്ന് എത്തേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇനിയിപ്പോൾ എത്തിയിട്ട് എനിക്ക് ചോറും കറിയൊന്നും വൈകുന്നേരത്തിന് വെക്കാനായിട്ട് വയ്യാണ്ടാവും. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ക്ഷീണം വരുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് പോവാം. അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അടിക്കൽ തുടയ്ക്കൽ ഇതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതും ചെയ്തിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം അടിക്കാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ണന് മരുന്ന് കൊടുക്കുന്നത് പോലെ തന്നെ കല്യാണിക്കും എനിക്കും മരുന്നുണ്ട്. കല്യാണിയുടെ ഇപ്പോഴത്തെ പനിയുടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് മെഡിസിൻ ഉണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എന്താ പറയുക ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അത് ഞാൻ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ഉള്ളതല്ലേ, അങ്ങനെയൊക്കെ തന്നെ അത്രയും വിചാരിച്ചാൽ മതി. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളിൽ അപ്പോൾ കാണാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, തൃശ്ശൂർ 3 സ്ഥലത്തും പോയി എത്തുമ്പോഴേക്കും എന്തായാലും ഈവനിങ് ആവും. അപ്പോൾ അതിനുള്ള ഫുഡ് നമ്മൾ എന്തായാലും കരുതിയേ പറ്റൂ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം കുളിക്കലും മക്കളെ കുളിപ്പിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. നല്ല മഴയാണല്ലോ. മഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയല്ല, പക്ഷേ മഴ പെയ്ത് പിന്നെ ഒരു വെയിൽ കണ്ട് പിന്നെ ആദ്യം മഴ പെയ്ത് അങ്ങനെ മനുഷ്യനെ ചുറ്റിച്ചും കൊണ്ടിരിക്കുന്ന ഒരു മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാതിര ഞാറ്റിലേക്കാണല്ലോ, അപ്പോൾ ഞാറ്റുവേല സമയത്തൊക്കെ അങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ അതായിരിക്കും അങ്ങനെ എപ്പോഴും മഴ ഇങ്ങനെ തോരണില്ലേന്ന് വെച്ചാൽ തോരണുണ്ടല്ലേ, പക്ഷേ അത് ആ ഒരു മങ്ങലും ആ ഒരു മഴയുടേതായ ഒരു അവസ്ഥകളൊന്നും തന്നെ മാറുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങായി കേട്ടോ. അപ്പോൾ കാറിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കണ്ണനെ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കണ്ണനെ എടുത്തിട്ട് എനിക്ക് അതൊക്കെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ചാലക്കുടിയിലേക്കായിരുന്നു കേട്ടോ. ചാലക്കുടിയിലേക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലേക്ക് പോയി. അപ്പോൾ ഈ ബാങ്കിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലോണിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയത് ഇരിഞ്ഞാലക്കുടയിലേക്കായിരുന്നു. ഇരിഞ്ഞാലക്കുടയിലേക്ക് എനിക്ക് ഡെൻ്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെൻ്റൽ ഹോസ്പിറ്റലിലും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ. തൃശ്ശൂർക്ക് പോകുന്നത്
വേറെ ഒന്നിനുമല്ല. അവിടെ എനിക്ക് ഫെജിയിൽ പോകണമായിരുന്നു. നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തൃശ്ശൂർ വാങ്ങുന്നൊരു ഷോപ്പാണ് കേട്ടോ. അതപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേക്കും തൃശ്ശൂർക്കുള്ള യാത്ര തിരിച്ച് തുടങ്ങിയപ്പോഴേക്കും 1 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞങ്ങൾ കരുവന്നൂരോ അങ്ങനെ എന്തോ കഴിയുമ്പോൾ മിക്കപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാറുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ പരിചയമാണ്. തൃശ്ശൂർ വഴി പോകുമ്പോൾ മിക്കപ്പോഴും ഇവിടെ തന്നെ കയറാറുള്ളത്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി ഞങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ കണ്ണൻകുട്ടി അവിടെ സീറ്റിലിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ തൃശ്ശൂർക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ ഇറങ്ങാമെന്ന് കരുതി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകാനായിട്ടേ. പക്ഷേ അവിടെ നമ്മൾ കുറച്ചായപ്പോഴേക്കും തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു നെടുമ്പുഴ കുറുക്കഞ്ചേരി ആ ഭാഗമൊക്കെ ആയപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി മഴയത്ത് എന്തായാലും മക്കളെയും കൊണ്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല. കണ്ണിനെയൊക്കെ എടുത്ത് ഇറങ്ങാം. പിന്നെ നമ്മൾ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി ഇടാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ആ ഷോപ്പ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക തിരക്കൊഴിഞ്ഞൊരു സ്ഥലം. അപ്പോൾ ചേട്ടൻ അവിടെ വണ്ടി ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് നടന്ന് പോകാറാണ് പതിവ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളും ചേട്ടനും എന്തായാലും വണ്ടിയിലിരുന്നു, ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് പോകാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ കടയിൽ അങ്ങനെ എല്ലാവരും പരിചയമാണ്, നല്ല പരിചയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന ഷോപ്പ്, അതുകൊണ്ട് അവിടെ എല്ലാവരും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അത്യാവശ്യം നല്ല പരിചയം. പിന്നെ കുറേ പേരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മളറിയാം. പിന്നെ ഞാൻ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ അവിടെ എല്ലാവർക്കും നല്ല പരിചയം. അപ്പോൾ കുറേ അധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഈ പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾക്കുള്ളതാണ്. എനിക്കപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ 2 ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. നമ്മൾ ഈ യൂട്യൂബ് തന്നെ നോക്കി നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഞാൻ അത്യാവശ്യം വരുന്ന ഓർഡറുകളൊക്കെ എടുക്കുന്നുണ്ട്. മടിയും അലസതയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. കാരണം മടിയും അലസതയും വേറെ കാര്യങ്ങളും ഒന്നുമല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും പലരും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എനിക്കതിലും വലുത് പല കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ അധ്വാനിക്കുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈശ്വരൻ തന്നോളെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.